ക്രെഡിറ്റ് ആയിട്ടുള്ള ഇനം ഡിസംബർ 13 സ്പീഡ് സെറ്റേഴ്സ് എന്നുള്ളതാണ് എൻ്റെ മെയിൻ ID. ഞാനും എൻ്റെ കൂട്ടുകാരനും തമ്മിലുള്ളത്. എൻ്റെ GST നമ്പർ, പാൻ നമ്പർ, അഡ്രസ്, ഇവിടെ ബേസിക് ഫെസിലിറ്റേഷൻ ഫീ എത്രയാ? ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലോട്ട് വരും കേട്ടോ, അത് കുഴപ്പമില്ല. ദൂരെയുള്ളവർക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ടാക്സ്, സർവീസ് ചാർജ് എല്ലാം കഴിഞ്ഞ ശേഷം 1,99,500 രൂപ ബുധനാഴ്ച അക്കൗണ്ടിലേക്ക്. ഇത് കഴിഞ്ഞ ബുധനാഴ്ച എൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന സ്റ്റേറ്റ്മെന്റ്. അത് എൻ്റെ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടേഷൻ. പ്ലീസ് ഓപ്പൺ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ഇത് എൻ്റെ ഭാര്യയുടെ പേരിൽ സുജിമ AM, അവരുടെ പാൻ നമ്പർ, അവരുടെ GST നമ്പർ. അതേ ദിവസം ഡിസംബർ 13 അതേ ദിവസം എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ള ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് സ്ക്രീനിലുള്ളത്. അതും എത്രയാണ്? അപ്പൊ രണ്ടും കൂടെ ആവുമ്പോൾ എത്രയായി? ഒരാഴ്ചയിൽ പല കൈയടി വേണ്ട. കാരണം എന്താ അറിയോ? പലവരും ചിന്തിക്കുന്നത് എന്താ അറിയോ? ഇതുപോലെ പേപ്പറിൽ ഞാൻ ഉണ്ടാക്കി തരട്ടെ, അനക്ക് എത്ര വേണം? കാരണം അതിനുള്ള സൗകര്യം നമ്മുടെ നാട്ടിലുണ്ടല്ലോ, അല്ലേ? അതുകൊണ്ട് ഞാൻ ഒരു ചലഞ്ച് ചെയ്യാറുണ്ട്. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിലുള്ളത് നുണയാണെന്ന് ആരെങ്കിലും പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ, ഈ പറഞ്ഞ കാര്യത്തിലോ ഈ കാണിക്കുന്ന കാര്യത്തിലോ നുണയുണ്ടെന്ന് ആർക്കെങ്കിലും പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ, ഞാനിന്ന് വന്നിട്ടുള്ളത് ഏകദേശം ഒരു 10-75 ലക്ഷം രൂപയുടെ വിലയുള്ള കാറിലാണ്. ആ കാർ ഞാൻ വ്യക്തിക്ക് സമ്മാനമായിട്ട്. പക്ഷേ ഇത് ശരിയാണെന്ന് തെളിഞ്ഞാൽ തിരിച്ചെന്തെങ്കിലും വേണ്ടേ? എന്ത് തരും? എന്ത് വേണമെന്നോ? എനിക്ക് വേറെ ഒന്നും വേണ്ട. നിങ്ങൾ മൈ ലൈഫ് സ്റ്റൈലിൽ ഡിസ്ട്രിബ്യൂട്ടർ ആയോ? ഇത് സത്യമാണ്. ഈ ബിസിനസ്സിൽ അത് നടക്കും. ഇത് ഞാൻ പറഞ്ഞ സമയത്ത് എന്റെ കൂട്ടുകാര്, എന്റെ ബന്ധുക്കള്, എന്റെ പ്രിയപ്പെട്ട ആൾക്കാർ വിശ്വസിച്ചില്ല ആരംഭത്തില്. അങ്ങനെ വിശ്വസിക്കാത്ത ഒരുപാട് പേര് കാണും. ഡിസ്ട്രിബ്യൂട്ടർ ആയ ശേഷം സംശയിക്കുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാം. ഇതൊക്കെ നുണയാണോ, ഇതൊക്കെ സത്യമാണോ, ഇതൊക്കെ വെറുതെ പറയാണോ എന്ന് സംശയിച്ചിട്ട് ബിസിനസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. എനിക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലായിരുന്നു.